ഹൈപ്പർ റെസ്പോൺസിബിലിറ്റി ആങ്സൈറ്റി എന്നത് ഒരാൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ തൻ്റെ നിയന്ത്രണത്തിനും അപ്പുറമുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ലളിതമായി ഒന്ന് വിവരിക്കാൻ നോക്കാം. എന്താണ് ഹൈപ്പർ റെസ്പോൺസിബിലിറ്റി ആങ്സൈറ്റി? മറ്റുള്ളവരുടെ സന്തോഷത്തിനോ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും താൻ മാത്രമാണ് ഉത്തരവാദി എന്നൊരാൾക്ക് അമിതമായി തോന്നുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ റെസ്പോൺസിബിലിറ്റി ആങ്സൈറ്റി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റ് വായിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ലോകത്ത് സംഭവിക്കുന്ന ചെറിയ ഒരു പിഴവ് പോലും തൻ്റെ കുറ്റം കൊണ്ടാണെന്നോ താൻ ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിക്കുമെന്നോ ഇവർ ഭയപ്പെടുന്നു. ഇത് പലപ്പോഴും OCD പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരവാദിത്ത ബോധം നല്ലതാണെങ്കിലും അതൊരാളുടെ ദൈനംദിന ജീവിതത്തെയും സമാധാനത്തെയും ബാധിക്കുമ്പോൾ അത് ഒരു അമിത ഉത്കണ്ഠയായി മാറുന്നു. അതായത് ഇവിടെ ഉത്തരവാദിത്ത ബോധം വളരെയധികം കൂടുതലാവുമ്പോൾ അത് ഒരു വ്യക്തിയുടെ അമിത ഉത്കണ്ഠയായി മാറുന്ന സാഹചര്യമാണ് ഹൈപ്പർ റെസ്പോൺസിബിലിറ്റി ആങ്സൈറ്റി. നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഈ അവസ്ഥയിലുള്ളവർ പലപ്പോഴും അനാവശ്യമായ കുറ്റബോധം കൊണ്ടു നടക്കുന്നവരായിരിക്കും. ഉദാഹരണത്തിന്, ഒരു ഓഫീസിൽ സഹപ്രവർത്തകൻ വരുത്തിയ ചെറിയ ഒരു തെറ്റുപോലും തിരുത്തേണ്ടത് തൻ്റെ ബാധ്യതയാണ് എന്നും അത് ചെയ്തില്ലെങ്കിൽ കമ്പനി തകരുമെന്നും ഇവർ ഭയക്കുന്നു. മറ്റൊന്ന്, വീട്ടിലെ ആരെങ്കിലും സങ്കടപ്പെട്ടിരുന്നാൽ അത് മാറ്റേണ്ടത് തൻ്റെ മാത്രം കടമയാണ് എന്നിവർ വിശ്വസിക്കുന്നു. ഇതിനായി സ്വന്തം ആഗ്രഹങ്ങൾ പോലും ഇവർ മാറ്റിവെക്കും. റോഡിൽ കിടക്കുന്ന ചെറിയൊരു കല്ല് കണ്ടാൽ പോലും അത് ആരെങ്കിലും തട്ടി വീഴാൻ കാരണമാകുമെന്നും അത് മാറ്റാതിരിക്കുന്നത് വലിയ പാപമാണെന്നും ചിന്തിച്ച് ഇവർ അസ്വസ്ഥരാകുന്നു. ഹൈപ്പർ റെസ്പോൺസിബിലിറ്റി ആങ്സൈറ്റിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ചെറുപ്പകാലത്ത് അനുഭവങ്ങൾ ഹൈപ്പർ റെസ്പോൺസിബിലിറ്റി ആങ്സൈറ്റിക്ക് വലിയൊരു ഉദാഹരണമാണ്, വലിയൊരു കാരണവുമാണ്. കുട്ടിക്കാലത്ത് വീട്ടിലെ മുതിർന്നവരുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നവരിലോ അമിതമായി വിമർശിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ വളർന്നവരിലോ ഈ ഭയം കണ്ടുവരാറുണ്ട്. ചിന്തയും പ്രവൃത്തിയും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരും ഇതിന് ഇരയാകുന്നു. അതായത്, ഒരു മോശം കാര്യം ചിന്തിച്ചാൽ അത് സത്യമാകുമെന്നോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകുന്നതിന് തുല്യമാണെന്നോ ഇവർ തെറ്റായി ധരിക്കുന്നു. ഈ ഉത്കണ്ഠയെ എങ്ങനെ മറികടക്കാം? ഇതിൽ നിന്നും മോചനം നേടാൻ ആദ്യം വേണ്ടത് തൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക എന്നതാണ്. ഇതിനായി റെസ്പോൺസിബിലിറ്റി പൈ ചാർട്ട് എന്ന രീതി ഉപയോഗിക്കാം. ഇത് പലപ്പോഴും ഫലപ്രദമായി കാണാറുണ്ട്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ സാഹചര്യങ്ങൾക്കും മറ്റ് വ്യക്തികൾക്കും ദൈവികമായ ഇടപെടലുകൾക്കും ഉള്ള പങ്കിനെ വേർതിരിച്ച് കാണുവാൻ ഇത് സഹായിക്കും. അപ്പോൾ തൻ്റെ ഉത്തരവാദിത്വം വളരെ കുറവാണ് എന്ന് ബോധ്യപ്പെടും. കൂടാതെ ചെറിയ തെറ്റുകൾ സംഭവിക്കാൻ മനഃപൂർവ്വം അനുവദിക്കുകയും ലോകം അപ്പോഴും സാധാരണ പോലെ മുന്നോട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആത്മവിശ്വാസം നൽകും. പലപ്പോഴും സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ വിധം ഉത്കണ്ഠ വർദ്ധിക്കുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുന്നത് ഉചിതമാണ്. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികളിൽ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ള ചിന്താഗതികളെ മാറ്റാൻ സഹായിക്കുന്ന ടൂൾ നമുക്ക് ഉപയോഗിച്ച് ഈ പ്രശ്നം മാറ്റിയെടുക്കുവാൻ സഹായിക്കുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ ഭാരം സ്വയം ചുമക്കാതെ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകാൻ പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം. അതുകൊണ്ട് പ്രൊഫഷണൽ സഹായത്തിൻ്റെ ആവശ്യം പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റ് വായിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക.